ഇന്ന് നല്ലൊരു ചിക്കൻ സൂപ്പിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ചിക്കനും വെജിറ്റബിൾസ് എല്ലാം ചേർത്തിട്ടുള്ള നല്ലൊരു സൂപ്പാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി 200 ഗ്രാം മഷ്റൂം ചെറുതായി കട്ട് ചെയ്തെടുത്ത് വെക്കണം. പിന്നെ ഒരു 2 കപ്പോളം ക്യാബേജ് വേണം, ചെറിയൊരു ഉള്ളി, 2 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, 200 ഗ്രാം ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബട്ടർ വേണം. അപ്പം ബട്ടർ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ വെളുത്തുള്ളിയാണ് ചെറുതായി കട്ട് ചെയ്തിട്ട് എടുത്തത്. അപ്പോൾ അതിട്ട് കൊടുക്കണം. അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത്. ചെറുതായി കട്ട് ചെയ്തിട്ട് എടുത്ത ഉള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വാടി വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മഷ്റൂം ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മഷ്റൂമിൽ ഉള്ള വെള്ളം ഇറങ്ങി വന്ന് മഷ്റൂം നന്നായിട്ട് അതിൽ നിന്ന് തന്നെ നന്നായിട്ട് കുക്ക് ചെയ്ത് വരും. അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം. ചിക്കൻ നന്നായിട്ട് ബട്ടറിൽ നിന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചിക്കൻ്റെ പിങ്ക് കളറെല്ലാം പോയിട്ട് നല്ല വെള്ള കളർ ആകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ക്രഷ്ഡ് പെപ്പറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാബേജ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് കുക്ക് ചെയ്യാം. കുറച്ച് എരിവ് കുറവുള്ളത് കൊണ്ട് കുറച്ചും കൂടി പെപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ സൂപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കണം. ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുത്താൽ പിന്നെ അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നല്ലോണം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സൂപ്പ് റെഡിയായി. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. പിന്നെ കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് പറ്റിയ നല്ലൊരു ഡിഷും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.